ആഭ്യന്തര വിപണികളുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖർ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. ഞാൻ US മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് US മാർക്കറ്റ് ഒരു നേരിയ ഇടിവിലായിരുന്നു കഴിഞ്ഞ ഒരു സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. US വിപണിയെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, ഇന്നലെ ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമ്മൾ ഒത്തിരി സെഷൻസിന് ശേഷം ആദ്യമായിട്ട് ഒരു അല്പം പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 37,000 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 36,400 പോയിന്റിലോ കാണുന്നത്. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ഒന്നും തന്നെ കാണുന്നില്ല. എങ്കിലും തിരിച്ച മാർക്കറ്റിൽ ഒരു റിക്കവറി വരുന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ 37,600 പോയിന്റിന് മുകളിൽ ഡൗ ജോൺസ് ക്ലോസ് ചെയ്യണം. കോമഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് ക്രൂഡ് വില കഴിഞ്ഞ ഒരു വിപണിയിൽ ഒരു ഇടിവോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ നോക്കുമ്പോൾ 0.72% ഒരു ഇടിവിൽ ബാരലിന് $77.72 എന്നുള്ള ഒരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവൽ ഏതൊക്കെയാണ്? ഒരു മാസത്തിൽ $67 എത്തിയതിനു ശേഷം ഇറ്റ് ഹാസ് ബീൻ കൺസോളിഡേറ്റിംഗ്. ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പുതിയൊരു ബുള്ളിഷ് ട്രെൻഡ് അതിൽ എമേർജ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചത്. ആൻഡ് കഴിഞ്ഞ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ആ ഒരു വ്യൂ പോയിന്റിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. എങ്കിലും നമുക്ക് പുതിയ ബൈയിങ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ കാണാനും സാധിക്കുന്നില്ല. ആസ് ട്രേഡേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ലൈറ്റ് സ്വീറ്റ് ക്രൂഡിന്റെ കേസിൽ $76 റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത്. $76 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. അതേസമയം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ $69 ആയിരിക്കണം. $69 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ദെൻ ദി ന്യൂ ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് എമർജ് ചെയ്യും. ഗോൾഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഗോൾഡ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഔൺസിന് 2028.37 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ ഗോൾഡ് അഗൈൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇറ്റ് ഹാസ് ബീൻ ട്രെൻഡിങ് സൈഡ് വേസ്. ആൻഡ് ഗോൾഡിന് ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിച്ചത് $280 ഇന്നലത്തെ ട്രേഡിംഗിൽ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല അവസാന നിമിഷങ്ങളിൽ നമുക്ക് സ്വർണത്തിന്റെ കേസിൽ ഒത്തിരി സെല്ലിങ്ങും കാണാൻ സാധിച്ചിരുന്നു. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ടായിട്ട് $215 മെയിൻറ്റെയിൻ ചെയ്യണം. $215 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്വർണത്തിന്റെ അടുത്ത മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന $1,975. And at the same time, ഈ ബെയറിഷ്നെസ് വഴിമാറി if it has got to again become bullish, സ്വർണം ഇന്ന് $270 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ 5 ദിവസത്തെ റാലി അവസാനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി ഒരു വ്യാപാരം അവസാനിപ്പിച്ചത്. IT, ഫാർമ, റിയലിറ്റി ഒപ്പം തന്നെ പവർ ഓഹരികൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ച് 22,050 താഴെ വ്യാപാരം അവസാനിപ്പിക്കുന്നതിലേക്ക് കാരണമായിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു 65 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 22,032 ഒരു ഇടിവിൽ 22,032.3 എന്നൊരു റേഞ്ചിലും സെൻസെക്സിനെ സംബന്ധിച്ച് 73,128 എന്ന റേഞ്ചിലുമായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു വിപണിയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റിയിൽ നാച്ചുറലി നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ ഇന്നലെ വന്ന ഓൾ ടൈം ഹൈ ഇരിക്കണം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് 22,124 പോയിന്റിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ നിഫ്റ്റി 50 അടുത്ത മേജർ റെസിസ്റ്റൻസ് 22,300 പോയിന്റിലായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇന്ന് 21,900 പോയിന്റ്സ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നിഫ്റ്റി 50 കേസിൽ ഒരു 200 to 300 പോയിന്റ്സിന്റെ ഒരു കറക്ഷന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം.
അപ്പോൾ തന്നെ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ 48,125 എന്ന റേഞ്ചിൽ 33 പോയിന്റിന്റെ ഒരു ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ വോളറ്റൈൽ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു വിപണിയിൽ പ്രധാനമായിട്ടും നിഫ്റ്റി ബാങ്കിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകും 48,325 പോയിന്റിൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ 48,636 പോയിന്റ് ആയിരിക്കണം നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ്. മൈ എക്സ്പെക്ടേഷൻ ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ബുള്ളിഷ്നെസ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ആദ്യ നിമിഷങ്ങളിൽ ഒരുപക്ഷെ മേ ബി ലിറ്റിൽ ബിറ്റ് വോളറ്റിലിറ്റി, ബട്ട് എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 47,500 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം HDFC ബാങ്കിന്റെ റിസൾട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. HDFC ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ വിപണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 1678 എന്ന റേഞ്ചിലാണ് HDFC ബാങ്കിന്റെ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. HDFC ബാങ്കിലുള്ള സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? ഇന്നത്തെ ഒരു വിപണിയിൽ അതിന്റെ ഒരു പ്രകടനം എങ്ങനെയായിരിക്കുമെന്നാണ് സാർ വിലയിരുത്തുന്നത്? സോ HDFC ബാങ്കിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബോത്ത് ആർ എക്സ്ട്രീംലി ബുള്ളിഷ്. ആൻഡ് ഡിസംബർ മാസത്തിൽ നമുക്കൊരു റീസെന്റ് ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്ന 1721 രൂപയ്ക്ക് അടുത്ത. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് HDFC ബാങ്ക് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് റിസൾട്ട് റിലീസ് ചെയ്തത് ന്യൂജൻ സോഫ്റ്റ്വെയർ ആയിരുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു 43% ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ 48 കോടി രൂപയിൽ നിന്നും 68 കോടി രൂപയായിട്ട് ഉയരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടത്. വരുമാനം നോക്കുമ്പോൾ 11% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 324 കോടി രൂപ ഇത്തവണ അവരുടെ വരുമാനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എബിഡ പരിശോധിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 35% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർജിൻ നോക്കുമ്പോഴും നല്ല രീതിയിൽ ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു സ്ഥിതി തന്നെയാണ് കാണാൻ സാധിച്ചത്. 23% മാർജിൻ രേഖപ്പെടുത്താൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു വിപണിയിൽ ന്യൂജൻ സോഫ്റ്റ്വെയറെ സംബന്ധിച്ച് 5% അടുത്ത ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 900 രൂപ എന്ന റേഞ്ചിലാണ് ന്യൂജൻ സോഫ്റ്റ്വെയറിന്റെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ന്യൂജൻ സോഫ്റ്റ്വെയറിന്റെ റിസൾട്ടിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ ന്യൂജൻ സോഫ്റ്റ്വെയർ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ന്യൂജൻ ഞാൻ അധികം ട്രാക്ക് ചെയ്യാത്തൊരു സ്റ്റോക്കാണ്. എങ്കിലും നമ്മൾ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്കിൽ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് നടന്നതായിട്ടും കാണുന്നുണ്ട്. സോ ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഈ കമ്പനിയുടെ ഷെയർ പ്രൈസിൽ ഒരു വീക്ക്നെസ്സും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ ഓർക്കേണ്ടത് ദിസ് വിൽ ബി എ മിഡ് ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഇത്രത്തോളം നേട്ടം നൽകിയതിനെ തുടർന്ന് വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. പുതിയൊരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ മറ്റൊരു കമ്പനി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇതേപോലെ റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബാങ്കിനെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റിൽ 34% ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. NII പരിശോധിക്കുമ്പോഴും 24.5% ഒരു ശതമാനമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രോസ് NPA പരിശോധിക്കുമ്പോഴും നല്ലൊരു ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 2.19% നിന്നും 2.4% കുറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. നെറ്റ് NPA 0.22% ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൊവിഷൻസ് പരിശോധിക്കുമ്പോഴും 985 കോടി രൂപയിൽ നിന്നും 943 കോടി രൂപയായിട്ട് കുറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇത്തവണ എന്നുള്ള നമ്പേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കഴിഞ്ഞ ദിവസത്തെ വിപണിയിൽ ഒരു ഇടിവോട് കൂടിയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. എങ്കിൽ പോലും കഴിഞ്ഞൊരു 1 വീക്കിലെ പെർഫോമൻസിൽ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ നമ്മൾ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പ്രിയ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മറ്റ് PSU ബാങ്ക്സിന്റെ കൂടെ തന്നെ നമുക്ക് ഒത്തിരി നേട്ടം ഒക്ടോബറിന് ശേഷം നൽകിയിട്ടുണ്ട്. ബട്ട് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 52 രൂപയിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ലെവൽ ഫോം ചെയ്തിരുന്നു. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ അതേ ലെവലിലോട്ട് എത്തിയതിനു ശേഷമായിരുന്നു ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ നമ്മൾ സെല്ലിംഗ് കാണാൻ സാധിച്ചത്.
സോ നാച്ചുറലി ഈ ഒരു ലെവൽസിലെ പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ എക്സ്പെക്ടേഷൻ ഇസ് അടുത്ത 2-3 സെഷൻസിൽ വി ക്യാൻ എക്സ്പെക്ട് സം പ്രോഫിറ്റ് ടേക്കിംഗ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ ശക്തമായിട്ട് ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നെങ്കിൽ ഈ 52 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അപ്പൊ മാത്രമേ ഒരു പുതിയ ബുള്ളിഷ് ട്രെൻഡ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ എമർജ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഒപ്പം ഫെഡറൽ ബാങ്കും റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെഡറൽ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. 25% വർധനവാണ് പ്രോഫിറ്റിൽ ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1007 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുമ്പോഴും 2123 കോടി രൂപയായിട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ പരിശോധിച്ച് നോക്കുമ്പോഴും 3.19% ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മാർജിനൽ ഡിക്രീസ് ആണ് ഇപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ വിപണിയിൽ 2% ഒരു ഇടിവായിരുന്നു പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. 149 എന്ന റേഞ്ചിലാണ് ഫെഡറൽ ബാങ്ക് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഫെഡറൽ ബാങ്കിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഒപ്പം തന്നെ ഫെഡറൽ ബാങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So Federal Bank result, I'm very happy with the result, and നമ്മൾ കഴിഞ്ഞ 3 ക്വാർട്ടർലി റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ the results have been very good. ബട്ട് എങ്കിലും നമുക്ക് കഴിഞ്ഞ 3 ക്വാർട്ടറിൽ ഷെയർ മാർക്കറ്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നില് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപത്തെ ദിവസത്തിൽ ഫെഡറൽ ബാങ്കിന്റെ കേസിൽ കനത്ത സെല്ലിംഗ് നമ്മൾ കാണാറുണ്ട്. സോ ഇന്നും ഫെഡറൽ ബാങ്കിന്റെ കേസിൽ അതേപോലെ വീണ്ടും ഒരു സെല്ലിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഫെഡറൽ ബാങ്കിന്റെ കേസിൽ 2 മേജർ സപ്പോർട്ട്സ് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ 145 രൂപയിലും ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടിൽ 140 രൂപയിലും. എനിക്ക് തോന്നുന്നില്ല ഫെഡറൽ ബാങ്ക് ഈ 2 സപ്പോർട്ട്സ് ബ്രേക്ക് ചെയ്യുമെന്ന്. അറ്റ് ദ സെയിം ടൈം ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഫെഡറൽ ബാങ്കിൽ വരുന്നുവെങ്കിൽ 155 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ഫെഡറൽ ബാങ്ക് ഹാസ് ടു ക്ലോസ്. ഇനി റിസൾട്ടുകൾ വന്ന കമ്പനികളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് മറ്റു കമ്പനികളിലേക്ക് പോയി നോക്കാം. അതിൽ മൈനിങ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് ആശാപുര മിനിക്കെം. ഇന്ത്യയിലും മറ്റ് 7 രാജ്യങ്ങളിലുമൊക്കെ ആയിട്ട് കമ്പനിക്ക് അതിന്റെ പ്രവർത്തന ശൃംഖലയുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഓൾമോസ്റ്റ് ഒരു മൾട്ടി ബാഗറായിട്ട് ഒരു 300% ഒക്കെ തന്നെ നേട്ടം നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വിപണിയിൽ അതിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഒരു നേട്ടത്തിൽ ഒരു 1% നേട്ടത്തിൽ 439 രൂപ എന്ന റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് 2-3 ആഴ്ചകൾക്ക് മുൻപ് ഈ സ്റ്റോക്ക് 480 രൂപയിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആൻഡ് സിൻസ് ദെൻ ഈ സ്റ്റോക്കിൽ നമുക്കൊരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ട്രേഡിംഗിൽ ആ കൺസോൾട്ടേഷനിൽ നിന്നും ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു, ബട്ട് അത് സഫലമായില്ല. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് ഒരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കുമെങ്കിൽ 461 രൂപയുടെ മുകളിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. കൊട്ടക് ബാങ്കിനെ കുറിച്ചാണ് അടുത്ത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം കൊട്ടക് ബാങ്കിന്റെ റിസൾട്ട് റിലീസ് ചെയ്യാനിരിക്കുകയാണ്. മാത്രമല്ല ബാങ്ക് 2024-25 സാമ്പത്തിക വർഷത്തിലേക്ക് NCD വഴി ഫണ്ട് സമാഹരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റ് ബ്രോക്കറേജുകളൊക്കെ തന്നെ ബാങ്കിനെ സംബന്ധിച്ച് ഒരു നെറ്റ് പ്രോഫിറ്റിലൊക്കെ ഒരു എക്സ്പെക്ടേഷൻസ് വെച്ചിരിക്കുന്നത് 20% ഒരു വർധനവൊക്കെ തന്നെ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസ് നോക്കുമ്പോഴും 5% ഒരു മുന്നേറ്റം ബാങ്കിന്റെ പ്രോഫിറ്റിൽ ഉണ്ടായേക്കാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ തന്നെ വെക്കുന്നുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിലും 15% ഒരു വർധനവ് രേഖപ്പെടുത്തിയേക്കാം. 6514 കോടി രൂപയായിട്ട് ഉയർന്നേക്കാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. കൊട്ടക് ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ കോട്ടക് ബാങ്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇറ്റ് ഹാസ് ബീൻ അണ്ടർ പെർഫോമിംഗ് ദ ബ്രോഡർ മാർക്കറ്റ്. ആൻഡ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബോട്ടം കാണാൻ സാധിച്ചത്. അത് അറൌണ്ട് 1690 രൂപയ്ക്ക് അടുത്തായിരുന്നു ആ ഒരു ബോട്ടം.
അതിനുശേഷം സ്റ്റോക്ക് 1921 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. ബട്ട് സിൻസ് ദെൻ കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ നടക്കുന്നുണ്ട്. സ്റ്റോക്കിന് ഒരു മികച്ച സപ്പോർട്ട് ഫോം ചെയ്തിരിക്കുന്ന 1810 രൂപയില്ല. ഐ ഡോണ്ട് തിങ്ക് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു പുതിയ ബൈയിങ് ലഭിക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് 1870 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം, 1870. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വി ആർ ഗോയിങ് ടു സീ എ ന്യൂ ബുള്ളിഷ് ട്രെൻഡ് എമർജിങ്. ഒപ്പം തന്നെ ഇന്ന് ഇപ്പോൾ ഏഷ്യൻ പെയിന്റ്സ് അവരുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്യാനിരിക്കുന്നുണ്ട്. കമ്പനിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റിലൊക്കെ തന്നെ നല്ലൊരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഒക്കെ തന്നെയാണ് ഇപ്പോൾ എസ്റ്റിമേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. കാരണം ഫെസ്റ്റീവ് സീസണൊക്കെ തന്നെ കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇമ്പാക്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 30% ഒരു വർധനവൊക്കെ തന്നെ അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വരുമാനം പരിശോധിക്കുകയാണെങ്കിലും 9200 മുതൽ 330 ആ ഒരു റേഞ്ച് വരുമാനം ഉയർന്നേക്കാം എന്നുമൊക്കെ എസ്റ്റിമേഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏഷ്യൻ പെയിന്റ്സിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വിപണിയിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ 1% ഒരു നേട്ടത്തിൽ 3300 രൂപ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ പെയിന്റ്സിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ ഏഷ്യൻ പെയിന്റ്സ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഒരു 4 ആഴ്ചക്കിടെ നല്ലൊരു കറക്ഷനും സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3230 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് കറന്റ് ലെവൽസ് ലോങ് പൊസിഷൻ എടുക്കാം. ബട്ട് സ്ട്രിക്റ്റ് ആയിട്ട് 3230 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതിന്റെ ഏറ്റവും മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 3430 രൂപയിലായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഈ മുദ്രയെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം വിപണിയിൽ ഒരു ഇടിവിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ഓഹരിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെ തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. വരുമാന വളർച്ച നോക്കുമ്പോഴും ഒരു ഡബിൾ ഡിജിറ്റ് വരുമാന വളർച്ച ഗ്രോത്ത് ഒക്കെ തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഡെപ്റ്റ് ഒക്കെ തന്നെ വളരെ ഇംപ്രൂവ് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സാധിച്ചിട്ടുള്ള ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി കൂടിയാണ് ഈ മുദ്ര എന്ന് പറയുന്നത്. ഈ മുദ്രയെ സംബന്ധിച്ച് സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? സോ ഈ മുദ്ര ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 4-5 മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ നടന്നിട്ടുണ്ട്. ആൻഡ് ഈ വർഷം തുടക്കത്തിലായിരുന്നു അതിലൊരു ബ്രേക്ക് ഔട്ടിന് വീണ്ടും ഒരു ശ്രമം നടന്നിരിക്കുന്നത്. സോ നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 400 രൂപയായിരിക്കാം നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്.